യൗമുൻ സഈദ്, സന്തോഷകരമായ ദിനം. മൂന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ പാഠമാണിത്. കമ്പ്യൂട്ടറിൽ ഓപ്പണാക്കി വെച്ചൊരു ഇമെയിൽ പേജാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇമെയിൽ എന്താണെന്ന് അറിയാമല്ലോ. ഈ കാലഘട്ടത്തിൽ കത്തുകൾ അയക്കാനുള്ള, ഇൻ്റർനെറ്റ് മുഖേന കത്തുകൾ അയക്കാനുള്ള ഒരു സംവിധാനമാണ് ഇമെയിൽ. നമുക്കൊരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൂട്ടുകാർക്കും മറ്റും, ഇമെയിൽ ഐ ഡി ഉള്ള കൂട്ടുകാർക്കും മറ്റും നമുക്ക് ഇൻ്റർനെറ്റ് മുഖേന കത്തുകൾ അയക്കാം. അതിന് വേണ്ടത് നമുക്ക് ഇമെയിൽ ഐ ഡി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അത് നെറ്റിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ നമ്മുടെ കഥാപാത്രമായ ഷഫീഖ് തൻ്റെ അധ്യാപകനെ കണ്ടതിന് ശേഷം തൻ്റെ കൂട്ടുകാരന് അയക്കുന്ന ഒരു ഇമെയിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. ആദ്യം അൽ മുസ്തലിമൂന എന്ന് കൊടുത്തിരിക്കുന്നു. ടു എന്നതാണ് അൽ മുസ്തലിമൂന എന്ന് പറഞ്ഞാൽ, അതായത് ആർക്കാണോ നമ്മൾ മെയിൽ അയക്കുന്നത് അയാളുടെ ഇമെയിൽ ഐ ഡിയാണ് അൽ മുസ്തലിമൂന ടു എന്നുള്ള കോളത്തിൽ വെക്കേണ്ടത്. ഷഫീഖിൻ്റെ കൂട്ടുകാരനാണ് ഷഫീഖ് മെയിൽ അയക്കുന്നത്. കൂട്ടുകാരൻ്റെ ഇമെയിൽ ഐ ഡിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, rvm@gmail.com. അതാണ് കൂട്ടുകാരൻ്റെ ഇമെയിൽ ഐ ഡി. ഇനി രണ്ടാമത് മൗലൂ എന്ന് കാണുന്നുണ്ട്. മൗലൂ എന്നാൽ സബ്ജക്റ്റ്, വിഷയം. ഏതൊരു വിഷയത്തിലാണ് ഈ മെയിൽ അയക്കുന്നത് എന്നുള്ളത് എഴുതാനുള്ള കോളമാണത്. സിയാറത്തുൽ മുദരിസ് എന്ന് എഴുതിയിരിക്കുന്നു. അധ്യാപകനെ സന്ദർശിക്കൽ. ഷഫീഖ് അധ്യാപകനെ സന്ദർശിച്ച കാര്യം പറയാൻ വേണ്ടിയാണ് കൂട്ടുകാരന് ഈ മെയിൽ അയക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ സിയാറത്തുൽ മുദരിസ് എന്ന് സബ്ജക്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി മെയിൽ വായിച്ചു നോക്കാം. മെയിൽ എന്ന് പറഞ്ഞാൽ കത്ത്, തപാൽ സംവിധാനം എന്നുള്ള അർത്ഥമാണ്. സുദീഖി അൽ ഹബീബ്, പ്രിയപ്പെട്ട കൂട്ടുകാരാ. തഹിയത്തൻ ത്വയ്യിബത്തൻ മുബാറക്കത്തൻ വബഅദ്. നമ്മളൊരു കത്തയക്കുമ്പോൾ ആദ്യം വെക്കുന്നൊരു വാചകമാണത്. നമസ്കാരം എന്നൊക്കെ പറയുന്നതിൻ്റെ അറബി രൂപമാണ്. അതമന്ന അന്നക ഫി ഖൈരിൻ വ ആഫിയ. നിനക്ക് സുഖമാണെന്ന് കരുതുന്നു. അതമന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു. അന്നക നീ, ഫി ഖൈരിൻ വ ആഫിയ സുഖത്തിലാണെന്ന്. അന ഖദിംതു ഖബല യൗമൈനി മിൻ ബാംഗ്ലൂർ. ഞാൻ 2 ദിവസം മുമ്പ് ബാംഗ്ലൂരിൽ നിന്നും വന്നു. അന ഞാൻ, ഖദിംതു വന്നു, ഖബല യൗമൈനി യൗമൈനി 2 ദിവസം, ഖബല മുമ്പ്, ഖബല യൗമൈനി 2 ദിവസങ്ങൾക്ക് മുമ്പ്, മിൻ ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്നും. അൽ യൗം ഇന്ന്, യൗമുൻ സഈദുൻ സന്തോഷകരമായൊരു ദിനമാണ്. അൽ യൗം യൗമുൻ സഈദുൻ ഇന്ന് സന്തോഷകരമായ ദിനമാണ്. ലി അന്നി സുർതു മുദരിസന അൽ മഹബൂബ ഫി ബൈത്തിഹി. കാരണം ഞാൻ ഇന്ന് നമ്മുടെ പ്രിയങ്കരനായ അധ്യാപകനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി സന്ദർശിച്ചു. ലി അന്നി കാരണം ഞാൻ, കാരണം എന്നുള്ളതിന് ലി അന്ന എന്ന് പറഞ്ഞാൽ മതി. ലി അന്നി കാരണം ഞാൻ, സുർത്തു ഞാൻ സന്ദർശിച്ചു, സാറ സന്ദർശിച്ചു, സുർത്തു ഞാൻ സന്ദർശിച്ചു, മുദരിസന നമ്മുടെ അധ്യാപകനെ, അൽ മഹബൂബ നമ്മുടെ പ്രിയങ്കരനായ അധ്യാപകനെ, ഫി ബൈത്തിഹി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ, ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ പോയി സന്ദർശിച്ചു. വദാലിക ബഅദ ഇദ്ദത്തി സനവാത്തിൻ അതും ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. വദാലിക അതും, ബഅദ ശേഷമാണ്, ഇദ്ദത്തി ധാരാളം, ഒരുപാട്, സനവാത്തിൻ വർഷങ്ങൾക്ക്, ധാരാളം വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇന്ന് നമ്മുടെ അധ്യാപകനെ സന്ദർശിച്ചു. ഫരിഹൽ മുദരിസു ബി സിയാറത്തി എൻ്റെ സന്ദർശനം കൊണ്ട് അധ്യാപകൻ സന്തോഷിച്ചു. ഫരിഹ സന്തോഷിച്ചു, അൽ മുദരിസ് അധ്യാപകൻ, ബി സിയാറത്തി എൻ്റെ സന്ദർശനം കൊണ്ട്. സഅല അൻ സുമലാഇന അദ്ദേഹം നമ്മുടെ കൂട്ടുകാരെ പറ്റിയൊക്കെ ചോദിച്ചു. സഅല അദ്ദേഹം ചോദിച്ചു, അൻ സുമലാഇന നമ്മുടെ കൂട്ടുകാരെ പറ്റി. ജമീലുൻ ജംഅ സുമല കൂട്ടുകാർ. അഅജബനി അന്നഹു യദ്കുറുന ജമീഅൻ അദ്ദേഹം നമ്മളെ എല്ലാവരെയും ഓർക്കുന്നു എന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. അഅജബനി എന്നെ അത്ഭുതപ്പെടുത്തി, അന്നഹു അദ്ദേഹം നമ്മുടെ സാറ്, യദ്കുറുന നമ്മളെ ഓർക്കുന്നു എന്നത്, യദ്കുറുന ജമീഅൻ നമ്മളെ എല്ലാവരെയും, ജമീഅൻ മീൻസ് എല്ലാവരെയും, മുഴുവൻ ആളെയും,
നാം എല്ലാവരെയും അദ്ദേഹം ഓർക്കുന്നു എന്ന് തന്നെ അത്ഭുതപ്പെടുത്തി. ഇതും പറഞ്ഞുകൊണ്ട് കത്ത് അവസാനിപ്പിക്കുകയാണ്. അവസാനം എന്ത് കൊടുത്തിരിക്കുന്നു? അദ്ഉക ഇലാ ബൈത്തി വസ്സലാം, നിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അദ്ഉക, ഞാൻ നിന്നെ ക്ഷണിക്കുന്നു, ഇലാ ബൈത്തി, എൻ്റെ വീട്ടിലേക്ക്, വസ്സലാം, സലാം. അതായത് ഷഫീഖ് ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ കൂട്ടുകാരനോട് എൻ്റെ വീട്ടിലേക്ക് വന്നാലും എന്ന് ക്ഷണിക്കുന്നു. അവസാനം സുദീഖുകൽ മുഹിബു ഷഫീഖ്, നിൻ്റെ പ്രിയങ്കരനായ കൂട്ടുകാരൻ ഷഫീഖ്. അവസാനം ആരാണോ കത്തയക്കുന്നത് അയാളുടെ പേര് അടിയിൽ വെക്കും. അങ്ങനെ ഷഫീഖിൻ്റെ പേര് ഷഫീഖ് വെച്ചിരിക്കുന്നു. ഇനി ഇങ്ങനെ ഒരു കത്ത് മെയിൽ നമ്മൾ തയ്യാറാക്കിയാൽ ഇവിടെ ആദ്യം നമ്മൾ മുസ്തലിമുന എന്ന ഭാഗത്ത് ആർക്കാണോ മെയിൽ അയക്കേണ്ടത് അയാളുടെ ഇമെയിൽ ഐ ഡി എഴുതി, മൗലു എന്ന കോളത്തിൽ വിഷയം എഴുതി, പിന്നെ അതിന് ശേഷമുള്ള വലിയ കോളത്തിൽ കത്ത് മുഴുവനായിട്ടും എഴുതി. ഇനി എന്ത് ചെയ്യണം? ഇവിടെ ഇർസാൽ എന്ന് കാണുന്നുണ്ട് അല്ലേ? ഇംഗ്ലീഷിലാണെങ്കിൽ സെൻഡ് എന്ന് കാണും. അതായത് അയക്കാനുള്ള ബട്ടണാണത്. അവിടെ ക്ലിക്ക് ചെയ്താൽ ഈ കത്ത് സെൻഡാകും, കൂട്ടുകാരന് കത്ത് കിട്ടും. നമ്മൾ എപ്പോഴാണോ ക്ലിക്ക് ചെയ്യുന്നത് ആ നിമിഷം തന്നെ കത്ത് അവിടെ എത്തുന്നതാണ്, കൂട്ടുകാരന് കിട്ടുന്നതാണ്. അതേപോലെ ഇവിടെ ഒരു ചിഹ്നം കാണുന്നുണ്ട്, ഒരു പിന്നിൻ്റെ ചിഹ്നം കാണുന്നുണ്ട് അല്ലേ? ആ പിന്നിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫോട്ടോയോ മറ്റു കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും, ചേർത്ത് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് ഫെസിലിറ്റീസ് ഇമെയിലിൽ ഉണ്ട്. ഇതിൻ്റെ മറുപടി നമുക്ക്, ഈ കത്തിനുള്ള മറുപടി നമുക്ക് തയ്യാറാക്കാനുണ്ട്. അതായത് കൂട്ടുകാരൻ ഷഫീഖിന് അയക്കുന്ന മറുപടി കത്ത്, അത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം.